ഹലോ, ഞങ്ങളുടെ പപ്പയുടെയും അമ്മയുടെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇന്ന് പള്ളിയിൽ പോയി അവർക്കൊരു കുർബാനയൊക്കെ ചെല്ലിച്ച് പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാനും കുട്ടികളും കൂടെ ചെറിയൊരു സർപ്രൈസ് സെറ്റാക്കിയായിരുന്നേ. കേക്ക് വാങ്ങാത്ത വേറൊന്നും കൊണ്ടല്ല, അവർക്ക് രണ്ടുപേർക്കും തിരക്കേടില്ലാത്ത രീതിയിൽ ഷുഗർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും അവർ നല്ല രീതിയിൽ സർപ്രൈസ്ഡ് ആയി കേട്ടോ. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊടുക്കുന്ന ഒരു രസമല്ലേ. അവരേതായാലും ഞങ്ങളുടെ തട്ടിക്കൂട്ട് കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ച് ഹാപ്പി ആയി കേട്ടോ. ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഞങ്ങളൊരു പ്യൂരിഫയർ വാങ്ങിയായിരുന്നു. അത് ഫിറ്റ് ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ. ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. ആർക്കെങ്കിലും ആ പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ആനിവേഴ്സറി ഒക്കെ ആയതുകൊണ്ട് ഇന്നത്തെ ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തുടരും സിനിമയിലെ പോലെ അല്ല കേട്ടോ. വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമല്ലേ. മാത്രമല്ല അമ്മയ്ക്കും കെട്ടുകൾക്കൊക്കെ ഒരു റെസ്റ്റും ആവുമല്ലോ. അയ്യോ പെങ്ങൾക്കും. ഞങ്ങൾ കഴിക്കാൻ പോയത് പാലുണ്ടയിലുള്ള ഹാജിയാരുടെ മന്തിക്കടയിലാണ് കേട്ടോ. ഈയിടെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. മന്തിയാണ് അവിടുത്തെ മെയിൻ. ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. പിന്നെ ഈ മന്തി വരുന്നതിന് മുന്നേ സാലഡ് തീർക്കാന്നുള്ളത് എന്തോ ശീലമായിപ്പോയി. അധികം വൈകാതെ തന്നെ നമ്മുടെ മന്തി എത്തി. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണെങ്കിലും എന്റെ കണ്ണ് മൊത്തം ആ ചെസ് പീസിലായിരുന്നേ. കാരണം ചെസ് പീസിലാണ് ഫുൾ പ്രോട്ടീൻ ഇരിക്കുന്നതെന്നാണ് എന്റെ ജിമ്മിലെ ട്രെയിനർ പറഞ്ഞേക്കുന്നത്. സത്യത്തിൽ ചെസ് പീസ് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമല്ലേ. എനിക്കാണെങ്കിൽ ചങ്കു പറയും. നിങ്ങൾക്കോ? നിങ്ങളുടെ ചെസ് പീസിൽ ഔറ ചങ്സിന് ഒന്ന് അയച്ചു കൊടുക്കണേ. കാര്യം ഡയറ്റൊക്കെ ആണെങ്കിലും ഇച്ചിരി മയോണൈസ് ഇല്ലെങ്കിൽ എന്തായാലും മന്തിക്കൊരു ടേസ്റ്റ്. എനിക്ക് മന്തി കഴിക്കുമ്പോൾ ആ നോർമൽ ചിക്കൻ മന്തി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ള ഒന്ന് പറ്റുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിറങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മന്തിയാണ്. ഒന്ന് ട്രൈ ചെയ്യുന്നേ തെറ്റില്ല. ഫുഡൊക്കെ അടിച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു അടിപൊളി സ്ട്രോങ് ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ച് പോകുമ്പോണ്ടാണ്ട ഒരു കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു കട നോക്കിയപ്പോൾ ആണ്ടേ നമ്മുടെ ചായവാല. ഇതും ഈയിടെ ഇടക്കര തുടങ്ങിയതാണ് കേട്ടോ. എത്ര കടകളാണല്ലേ പുതിയത് തുടങ്ങുന്നത്. എല്ലാ പുതിയ സംരംഭങ്ങളും ഓരോരുത്തരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആണല്ലോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ മുകളിലാണ് കേട്ടോ വരുന്നത്. അവിടെ അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ഞങ്ങൾ കുറെ വെറൈറ്റീസ് ഓഫ് ചായയും അതേപോലെ ഒരു ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. അപ്പോൾ അങ്ങനെ